കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന മിൽക്കി വൈറ്റോ അല്ലെങ്കിൽ ക്ലിയർ വാട്ടറി ആയിട്ടുള്ള ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ പ്രഗ്നൻസി അല്ലാതെ നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമോ വജൈന ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പാൽപ്പാടയുടെ അല്ല പാലിൻ്റെ പോലെയുള്ള ഒരു ഡിസ്ചാർജ് നിങ്ങളുടെ വജൈനയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. നോർമലി നമ്മുടെ വജൈനയിൽ നടക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പല ടൈപ്സ് ഓഫ് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുമെന്ന് ഓൾറെഡി നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നത്. രണ്ടാമത്തേത് പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജിൽ വൈറ്റ് കളറിലെ സ്പോട്ട് കൂടുതലായിട്ട് വരുന്നത്. മൂന്നാമത്തേത് ബ്രൗൺ കളറിലെ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങോടുകൂടി നമുക്ക് കാണപ്പെടുന്നത്. നാലാമത്തേത് തിക്ക് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി നോർമലി നമുക്ക് ഉണ്ടായത് എത്രയാണോ അതിനേക്കാളും കുറേയും കൂടി കൂടുതലായിരിക്കും. ഇവിടെ അഞ്ചാമത്തെ കാറ്റഗറിയിൽ നമുക്കുണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് മിൽക്കി വൈറ്റ്, അതായത് ഈ പാലിൻ്റെ പോലെയുള്ളതോ ക്ലിയർ ആയിട്ടുള്ള വാട്ടറി ഡിസ്ചാർജോ, അതായത് വെള്ളം പോലെയുള്ള ഡിസ്ചാർജ്, നമുക്ക് വലിച്ചു നീട്ടാനൊന്നും പറ്റില്ല, അങ്ങനെയല്ലാത്ത ഒരു ഡിസ്ചാർജ്. ഇതെന്തുകൊണ്ട് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്നു, ഇത് എപ്പോൾ മുതൽ നമുക്ക് കണ്ടു തുടങ്ങും, ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാം, ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. സാധാരണയായിട്ട് നമ്മളിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു സെക്രേഷൻ കൊണ്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും HCG ഹോർമോണും ഒക്കെ ഇൻക്രീസ് ആകാറുണ്ട്. ഈസ്ട്രജൻ ഹോർമോണാണ് നോർമലി നമുക്ക് വജൈനൽ ഡിസ്ചാർജ് കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുമാത്രമല്ല, പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാറുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ നിങ്ങളുടെ സർവിക്സിൻ്റെ ഭാഗത്തേക്ക് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നു. പല ടൈപ്പിലുള്ള വജൈനൽ ഡിസ്ചാർജുകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നു. പക്ഷേ നോർമലി നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിന് ഇച്ചിങ്ങോ, അതായത് ചൊറിച്ചിലോ പുകച്ചിലോ മറ്റുള്ള അസ്വസ്ഥതകളോ, അതായത് ഭയങ്കര ഫൗൾ സ്മെല്ലോ ഒന്നുമില്ലാത്ത ടൈപ്പ് ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇനി അതല്ല, നേരെ മറിച്ച് ഇച്ചിങ്ങും ഉണ്ട്, അതുപോലെ പുകച്ചിലും ഉണ്ട്, സ്മെല്ലും ഉണ്ട്, കളറും വ്യത്യാസമുണ്ട്, അങ്ങനെയുള്ള ഡിസ്ചാർജാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അത് ഈസ്റ്റ് ഇൻഫെക്ഷനോ മറ്റു പല ഇൻഫെക്ഷനുകളോ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടും ആയിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വജൈനയുടെ അകത്ത് ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല വീഡിയോസിലായിട്ടും ഓവറായിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള സോപ്പ് ഉപയോഗിച്ചോ മറ്റുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടോ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടോ വജൈന ക്ലീൻ ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലെ മറ്റുള്ള ബാക്ടീരിയാസ് ഒക്കെ അകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് നോർമലി നമുക്ക് പല വജൈന ഡിസ്ചാർജുകളും ഉണ്ടാകും. ലുക്കോറിയ എന്നുള്ള ഒരു പേരിലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വജൈനയുടെ അകത്തേക്ക് മറ്റുള്ള ബാക്ടീരിയാസ് കടക്കുന്നതിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. നോർമലി നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ പീരിയഡ്സ് കഴിയുന്ന സമയത്ത്, ഓവുലേഷൻ കഴിയുന്ന സമയത്ത്, പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് നടന്നുകൊണ്ടേയിരിക്കും. നാച്ചുറലായിട്ട് പ്രഗ്നൻസിക്ക് മുൻപ് നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഇതിൽ പോകുന്ന ഡിസ്ചാർജിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. കാരണം ഈ ഒരു യൂട്രസിലകത്തേക്ക് എന്തെങ്കിലും പ്രവേശിക്കണമെങ്കിൽ അത് വജൈന വഴിയായിരിക്കും അകത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിൻ്റെ മൗത്തായിട്ടുള്ള നമ്മുടെ സെർവിക്സിൻ്റെ ഭാഗത്തോട്ടും ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ് കടന്നു ചെല്ലുന്നത് അവിടെ ആ ഒരു കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതിനും മറ്റു പല ഇൻഫെക്ഷൻസ് കുഞ്ഞിലോട്ട് എത്തുന്നതിനും ഒക്കെ കാരണമാകുന്നു. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബ്ലഡ് സർക്കുലേഷനും ആ ഒരു ക്ലീനിങ് പ്രോസസ്സും ഒക്കെ കുറേയും കൂടി എഫക്റ്റീവായിട്ട് നമ്മളുടെ ശരീരത്തിൽ നടക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജും വാട്ടറി ആയിട്ടുള്ള ക്ലിയർ ഡിസ്ചാർജും നിങ്ങൾക്ക് അനുഭവപ്പെടാം കേട്ടോ. ഈ ഒരു ഡിസ്ചാർജിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് പീരിയഡ്സ് വരുന്നതിൻ്റെ ഡിസ്ചാർജ് ആണോ അല്ലെങ്കിൽ നോർമൽ നമുക്ക് ഉണ്ടാകുന്ന ക്ലീനിങ് പ്രോസസ്സാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. നാച്ചുറലി നമുക്കുണ്ടാകുന്ന ഡിസ്ചാർജിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. നമുക്ക് ഇടയ്ക്ക് മാത്രം ഫീൽ ചെയ്യുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ഇത് പാൻറ്റീസിലാകുന്നത് നമുക്ക് റെക്കഗ്നൈസ് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത്
ഈ ഒരു ഡിസ്ചാർജ് പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു രീതിക്ക് നമുക്കൊരു സെൻസേഷൻ അവിടെ ഉണ്ടാകും. നനവ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാൻറ്റീസിൽ ഫീൽ ചെയ്യും. ഇതെല്ലാം വെച്ചിട്ട് പ്രഗ്നൻസി ആയിട്ടുള്ള ഡിസ്ചാർജ് ആണോ ഉണ്ടായതെന്ന് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിസ്ചാർജ് ഒപ്പം പോകുമ്പോഴേക്കും പാൻറ്റീസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നനയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഈ ഡിസ്ചാർജ് പോകുന്ന സമയത്ത് ഇച്ചിങ്ങോ മറ്റു പല ബുദ്ധിമുട്ടുകളോ ഒന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഡിസ്ചാർജ് നമുക്ക് കണ്ടുവരുന്നത് എപ്പോഴും ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട് എപ്പോഴാണ് ചേച്ചി ഡിസ്ചാർജ് വരുന്നത്, പീരിയഡ്സിന് ശേഷമാണോ പീരിയഡ്സിന് മുൻപാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. ഓവുലേഷനും കഴിഞ്ഞ് 6 ദിവസത്തിന് ശേഷമായിരിക്കും ഇംപ്ലാന്റേഷൻ്റെ ഒരു പ്രോസസ്സ്, അതായത് എംബ്രിയോ വന്നിട്ട് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആവുന്നത്. ഈ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ ഹോർമോൺസിൻ്റെ ഒരു ഹൈക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിനു ശേഷമായിരിക്കും ഈ ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണുന്നത്. ഇംപ്ലാന്റേഷൻ നമുക്ക് സക്സസ് ആകുന്നത് എപ്പോഴാണോ നിങ്ങൾ പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാളും ഒക്കെ ഒരാഴ്ചയൊക്കെ മുൻപായിരിക്കും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ, വജൈന ഡ്രൈ ആണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ വജൈന വരുന്നതും പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ട് കണക്കാക്കാറുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു ലക്ഷണം കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. വജൈന ഡ്രൈ ആണെങ്കിലും അതും ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും ശരീരം ഒരുപാട് ശ്രദ്ധിക്കാനായിട്ടും നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പേഴ്സണലായിട്ട്, അതായത് ഒട്ടും കമൻസിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് അതിന് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.